ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെ മഹാലക്ഷ്മി വ്രതത്തിൻ്റെ 15ാമത്തെ ദിവസമാണ്, അതായത് വ്രതം അവസാനിക്കുന്ന ദിവസം. ഇത്രയും ദിവസം എല്ലാവരും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തു എന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേര് ഫോട്ടോസ് അയച്ചു തന്നിരുന്നു, പൂജ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ചിരുന്നു. ഇത്രയും ദിവസമായിട്ടും പൂജകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്കൊക്കെ നാളെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പൂജ ചെയ്തുകൊണ്ടിരുന്നവർ എങ്ങനെയാണ് നാളത്തെ ദിവസം മഹാലക്ഷ്മി വ്രതം അവസാനിപ്പിക്കേണ്ടത് എന്നും കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ പൂജ ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടായി എന്നും പറഞ്ഞും എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചിരുന്നു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവരൊക്കെ പല രീതിയിൽ ആ ഒരു സന്തോഷം പറയുമ്പം നമുക്ക് ഒരുപാട് ഞാൻ പറയുന്ന വാക്ക് വിശ്വസിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നു, ആ പൂജയ്ക്ക് ഫലം കിട്ടുന്നു. അതവരുടെ വാക്കുകളിൽ കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. എന്നെ വിശ്വസിച്ച് പൂജ ചെയ്യുന്ന ഓരോരുത്തർക്കും എല്ലാവരും അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഷ്ടമി രോഹിണി കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെയും ദേവി ലക്ഷ്മിയെയും ഒന്നിച്ചു വെച്ച് പൂജ ചെയ്യുന്നതാണ് നാളത്തെ ദിവസം ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ സാധിക്കുന്നവരൊക്കെ നാളത്തെ ദിവസം ഈ രീതിയിൽ പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളെ ലക്ഷ്മി വ്രതത്തിൻ്റെ 15ാമത്തെ ദിവസമാണ്. നമ്മൾ പൂജ സമാപ്തം ചെയ്യുന്നു ആ ഒരു ദിവസം. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഏകദേശം ഒരു അരമണിക്കൂർ എടുത്ത് ഈ രീതിയിൽ പൂജ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാം. രാത്രിയിൽ ചെയ്യുന്നതാണ്, അതായത് സന്ധ്യയ്ക്ക് ഒരു 5:30 ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അഷ്ടമി തിഥിയുള്ളപ്പം ഞങ്ങൾ ആ ഒരു സന്ധ്യാസമയത്ത് ചെയ്യുന്ന പൂജയ്ക്ക് ഫലം വളരെയധികം കൂടുതലായിരിക്കും. 8 ലക്ഷ്മികളെയും ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നാളത്തെ ദിവസം പൂജ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ലക്ഷ്മി ദേവിയെയും നിങ്ങളുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തെയും, കാരണം നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമ്മൾ ഭഗവാനെയാണല്ലോ പൂജിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ അതും വെച്ചിട്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാം. അങ്ങനെ ഇല്ല, നിങ്ങളുടെ കയ്യിൽ കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ എടുത്താൽ മതിയാകും. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവിയെ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നാളെ ലക്ഷ്മി ദേവിക്ക് അഭിഷേകം ചെയ്ത്, ലക്ഷ്മി ദേവിക്ക് വസ്ത്രം ധരിപ്പിക്കുന്നവരാണെങ്കിൽ പുതിയ ഒരു വസ്ത്രവും ധരിപ്പിച്ച് ദേവിയെ ഇരുത്തുക. ഒപ്പം തന്നെ നമ്മുടെ കൃഷ്ണനെയും, കൃഷ്ണ ഭഗവാന് നിങ്ങൾക്ക് തുളസിമാല ചാർത്താം, മുല്ലപ്പൂമാല ചാർത്താം, ലക്ഷ്മി ദേവിക്കും മുല്ലപ്പൂമാല ചാർത്താം. നാളത്തെ ദിവസം താമരപ്പൂക്കൾ 15 താമരപ്പൂക്കൾ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് 15 താമരപ്പൂക്കൾ സമർപ്പിച്ച് പൂജ ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ 15 റോസാപ്പൂക്കൾ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ, അത് എന്ത് പൂക്കളാണെങ്കിലും 15 എണ്ണം സമർപ്പിച്ച് പൂജ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രവും അതുപോലെ ശ്രീ സൂക്തവും ഓരോ ദിവസം എണ്ണം കൂട്ടി 15ാമത്തെ ദിവസം ഇത് രണ്ടും നമ്മൾ 15 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നാളെ ചെയ്യേണ്ടത് ഓരോ പൂക്കളിൽ ദേവിയുടെ ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ശ്രീ സൂക്തം ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കാം. അതിനുശേഷം ദീപങ്ങൾ കൊളുത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് അവസാനം നമ്മൾ ദേവിക്ക് ആരതി എടുക്കുകയാണ്. ധൂപ ആരതി എടുത്തതിന് ശേഷം 15 ദീപം കൊളുത്തി അമ്മയ്ക്ക് ആരതി എടുക്കാൻ പറ്റിയാൽ അത് അതീവ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് മൺവിളക്ക് 15 എണ്ണം എടുത്തിട്ട് അതിൽ തിരിയിട്ട് അമ്മയ്ക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം മാത്രം നമ്മളിത് ചെയ്താൽ മതി. ഒരു പാത്രത്തിൽ നെയ്യ് എടുത്ത് വെക്കുക. ഓരോ തിരിയായിട്ട് ആ നെയ്ക്കകത്ത് മുക്കിയിട്ട് അത് ആ മൺവിളക്കിൽ വെക്കുക. ജസ്റ്റ് 1 മിനിറ്റ് നമ്മൾ ആരതി എടുക്കുക. അത്രയും നേരം ആ ഒരു നെയ്വിളക്ക് കത്തി നിന്നാൽ മതിയാവും. കൂടുതൽ നേരം കത്തി നിൽക്കണമെന്നുള്ള ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ആരതി എടുക്കാം. പറ്റുമെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതിയാവും. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അത് ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്.
പൂക്കളൊക്കെ നമ്മൾ ദേവിക്ക് സമർപ്പിച്ചു. തീർച്ചയായും നാളത്തെ ദിവസം അമ്മയ്ക്ക് അമ്മയുടെ 108 അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യണം, അത് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് കനകധാര സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം ഒക്കെ ജപിക്കാം. അതിനോടൊപ്പം ഞാനൊരു മന്ത്രവും കൂടിയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പറ്റുന്നവർക്ക്, അതായത് ഞാനിത് കൂടുതലായിട്ടും ഞാൻ ഈ മന്ത്രം പറയുന്നത് ഇതുവരെയായിട്ടും ലക്ഷ്മി പൂജ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ 15 ദിവസവും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞാൻ നിർബന്ധിക്കുന്നില്ല ഇത് ചൊല്ലണമെന്ന്. കാരണം ഈ ഒരു മന്ത്രം നമ്മളൊരു 21 ടൈംസ് 54 ടൈംസ് അല്ലെങ്കിൽ 108 തവണയൊക്കെ ജപിക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്നും ലക്ഷ്മി പൂജ ചെയ്യുന്നത് പോലെ സാധാരണ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രങ്ങൾ മാത്രം ജപിച്ചാൽ മതിയാവും. ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിക്ക് 15 നിവേദ്യങ്ങളും സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ ശ്രേഷ്ഠമാണ്. 15 നിവേദ്യമെന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്തൊക്കെ വെക്കുമെന്നൊരു ചിന്ത എല്ലാവർക്കും വരും. വെറ്റില, പാക്ക്, പഴം, അത് ഒരു നിവേദ്യമായിട്ട് നമുക്ക് കാണാം. അപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ്, ആപ്പിള്, മാതളനാരങ്ങ, പേരയ്ക്ക, മാങ്ങ, സീസണലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ്, പിന്നെ കാഷ്യൂനട്ട്, ബദാം, പിസ്ത, റീസൻസ്, അതേപോലെ തന്നെ പാൽപ്പായസം, ശർക്കര പായസം, പാല് കാച്ചി വെക്കാം, ശർക്കര വെക്കാം, അവൽ വെക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കി സമർപ്പിക്കാം, ഇടിയപ്പം ഉണ്ടാക്കി സമർപ്പിക്കാം. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വെളിയിൽ നിന്ന് നമുക്ക് വാങ്ങിയും വെക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് വെച്ചാൽ മതിയാവും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഭഗവാനെയും ദേവിയെയും ഒന്നിച്ചിരുത്തി നമ്മൾ പൂജ ചെയ്യുമ്പം 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നാളെ നിവേദ്യങ്ങൾ വെക്കാൻ ശ്രമിക്കണം. അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കുന്ന 15 നിവേദ്യങ്ങൾ ലക്ഷ്മി ദേവിക്ക് മുൻപിൽ മാത്രം വെക്കുക. പിന്നെ കണ്ണനുള്ള പാല്, തൈര്, വെണ്ണ, നെയ്യ്, അവല്, ഇതൊക്കെ ഭഗവാന് മാത്രമായിട്ടും വെക്കുക. പിന്നെ പാൽപ്പായസമൊക്കെ സ്പെഷ്യലായിട്ട് നിങ്ങൾ ലക്ഷ്മി ദേവിക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ണനും സമർപ്പിക്കാവുന്നതാണ്. നാളത്തെ ദിവസം പൂജ ചെയ്യുമ്പം ഗണേശൻ്റെ ഒരു വിഗ്രഹം, നിങ്ങൾ കയ്യിലുള്ള ഫോട്ടോയോ വിഗ്രഹമോ എന്തുമായിക്കൊള്ളട്ടെ, അതും കൂടെ വെച്ചിട്ട് വേണം. കാരണം ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചു വേണം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാനെന്നുള്ളത്. അവസാനത്തെ ദിവസവും പീരിയഡ്സ് ഒഴിച്ച് നമുക്കൊരു തടസ്സവും ഇല്ലാതെ ഈ പൂജ ചെയ്യാൻ സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറഞ്ഞ് ഭഗവാനും ഒരു പഴം സമർപ്പിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ലക്ഷ്മി ദേവിക്കും അതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനുമുള്ള പൂജകൾ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലിയും അർച്ചന ചെയ്യാം. ഞാനത് വീഡിയോയിൽ പറയാനായിട്ട് മറന്നുപോയതാണ്. അതിനുശേഷമാണ് നിങ്ങൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന എല്ലാ മന്ത്രങ്ങളും ചൊല്ലി പ്രാർത്ഥനയൊക്കെ ചെയ്തതിന് ശേഷം ലക്ഷ്മി ദേവിക്കും ഭഗവാനും ഒന്നിച്ചു തന്നെ ധൂപ ആരതി എടുത്ത് ഈ 15 ദീപങ്ങൾ കൊണ്ടുള്ള ആരതി നമ്മൾക്ക് 2 പേർക്കും ഒന്നിച്ചെടുക്കാം. അതിനുശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്തിട്ട് മഹാലക്ഷ്മി ദേവിയോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കണം. എനിക്ക് എൻ്റെ കുടുംബത്തിന് ഞാൻ അടുത്ത വർഷവും ഈ പൂജ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ചെയ്തേക്കാം. എനിക്ക് എല്ലാ രീതിയിലുമുള്ള ധന ഐശ്വര്യങ്ങളും സർവ്വസമ്പൽ സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കണമെന്നുള്ളത് മനസ്സുരുകി തന്നെ ദേവിയോട് പ്രാർത്ഥിക്കണം. നാളത്തെ ദിവസം ലാസ്റ്റ് ദിവസമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പടിപൂജ ചെയ്യാം. അതേപോലെ തന്നെ വീടിന് മുൻപിൽ നല്ല മണമുള്ള അഗർബത്തി കത്തിച്ച് വെക്കാം. വീടിന് ഉള്ളിൽ നല്ല ക്ലീനാക്കി ഇടണം. നമ്മളും നല്ല രീതിയിൽ തന്നെ നാളത്തെ ദിവസം ഒരുങ്ങണം. ചുമപ്പിൽ സ്വർണ്ണ കരയുള്ള ഡ്രസ്സ്, അതായത് സാരിയോ കുർത്തിയോ എന്തെങ്കിലും, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് സാരി ഉണ്ടല്ലോ, വൈറ്റ് കളറിൽ ഗോൾഡൻ വർക്ക് ചെയ്ത സെറ്റ് സാരി, അത് ഉടുത്തിട്ടാണെങ്കിലും നമ്മൾക്ക് പൂജ ചെയ്യാം. അങ്ങനെയല്ല അതിൻ്റെ കുർത്തി ചുരിദാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടാലും മതിയാവും. തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് വളയൊക്കെ ചാർത്തണം. കോടീശ്വര യോഗം ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്ന വസ്തുക്കളൊക്കെ നാളെ സമർപ്പിക്കണം. അതിൽ കുപ്പിവളകളും, അമ്മയ്ക്ക് നിങ്ങൾ ബ്ലൗസ് പീസ് സമർപ്പിക്കുന്നവരാണെങ്കിൽ അതും പുതിയത് വാങ്ങാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം, വെള്ളി എന്താണോ ഉള്ളത് അത് അമ്മയ്ക്ക് നാളെ സമർപ്പിക്കണം. സമർപ്പിച്ചിട്ട് വേണം പൂജ ചെയ്യാൻ. ഇതൊക്കെ നാളത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാളത്തെ ദിവസം അമ്മയ്ക്ക് കുപ്പിവള പുതിയത് വാങ്ങി സമർപ്പിക്കുമ്പോൾ പച്ച കളറിലെയോ അല്ലെങ്കിൽ മെറൂൺ കളറിലെയോ കുപ്പിവള തന്നെ വാങ്ങി സമർപ്പിക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ നാളത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദേവിക്കും അതേപോലെ തന്നെ മഹാവിഷ്ണുവിനും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അസുലഭമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. ലക്ഷ്മി നാരായണന്മാരെ ഒന്നിച്ച് വെച്ച് പൂജ ചെയ്ത് അവരുടെ പ്രീതി നേടാനായിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും അസുലഭമായിട്ടുള്ള ഒരു ദിവസം. ഭഗവാന്റെ ജനനവും മഹാലക്ഷ്മി വ്രതത്തിൻ്റെ അവസാനത്തെ ദിവസവും. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ആരും മിസ് ചെയ്യരുത്.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾ നാളെ വൈകിട്ടാണ് പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിപുലമായിട്ട് വൈകിട്ടാണ് പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും രാവിലെ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ ചൊല്ലാവുന്നതാണ്. മന്ത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ്. മന്ത്രം ഞാൻ പറയാം, ഒപ്പം ഇവിടെ എഴുതിയും കാണിക്കാം. മന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ. ഈ ഒരു മന്ത്രമാണ് നിങ്ങൾ നാളെ ചൊല്ലേണ്ടത്. ചൊല്ലി ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇത് ആ പൂജയോടൊപ്പം ചൊല്ലുന്നതിന് വളരെയധികം ഫലമുണ്ട്. ഇനി നിങ്ങൾക്കിത് ചൊല്ലണം, പക്ഷേ ഈ എണ്ണം അത്രയും ചൊല്ലാൻ പറ്റില്ലെങ്കിൽ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലാനായിട്ട് ശ്രമിച്ചോളൂ. എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ ഒരു മഹാലക്ഷ്മി പൂജ. ഈ പൂജ ചെയ്തവർ തീർച്ചയായിട്ടും നാളത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പൂർണ്ണം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഇത്രയും വിപുലീകരിച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴിയും കൂടി ഞാൻ പറഞ്ഞു തരാം. മഹാലക്ഷ്മി ദേവിക്ക് പൂക്കളൊക്കെ സമർപ്പിച്ചിട്ട് നിങ്ങൾ 15 താമരപ്പൂക്കൾ വരയ്ക്കുക. മാക്കോലമായിട്ട് വരച്ചാൽ മതിയാവും. അതിനു മുകളിൽ 15 ദീപങ്ങൾ കൊളുത്തിയിട്ട് ആ ദീപങ്ങൾക്ക് നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ശ്രീ സൂക്തമോ ചൊല്ലി ഓരോ പുഷ്പം സമർപ്പിച്ച് ധൂപദീപ ആരതി എടുത്ത് നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതിയും കാണിക്കാവുന്നതാണ്. ഇത് ഏറ്റവും ലഘുവായിട്ടുള്ളതാണ് ഈ ഒരു താമരപ്പൂ വരച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വെറും നിലത്തായിട്ട് വരയ്ക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വാഴയിലയിൽ വരയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടിപ്പം നിങ്ങളുടെ കയ്യിൽ 15 മൺവിളക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അരിമാവ് കൊണ്ട് നമുക്ക് വിളക്കുണ്ടാക്കാം. അതായത് അരിമാവ് എടുക്കുക. നമ്മൾ പുട്ടിനും അതേപോലെ തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിമാവിനകത്തോട്ട് നമ്മൾ പാലും വെള്ളവും സമാസമം എടുത്ത് ഒഴിച്ച് ഇളക്കി അത് നമ്മൾ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ട് അതിൽ നമുക്ക് ഈ പറയുന്നത് പോലെ വിളക്കായിട്ട് രൂപം ചെയ്ത് നെയ്ദീപം കത്തിക്കാവുന്നതാണ്. ഇനി അങ്ങനെയും അല്ലെങ്കിൽ അടുത്ത ഒരു വഴിയെന്ന് പറയുന്നത് നെല്ലിക്ക കിട്ടുമെങ്കിൽ ഇതേപോലെ 15 നെല്ലിക്കായ എടുക്കുക. നെല്ലിക്ക ദീപം കൊളുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. താമരപ്പൂ വരച്ചിട്ട് 15 നെല്ലിക്കായും ഓരോ താമരപ്പൂവിന് മുകളിലായിട്ട് വെച്ച് നിങ്ങൾക്ക് അങ്ങനെയും ദീപം കൊളുത്താവുന്നതാണ്. ഇതിൽ ഏത് രീതിയും നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മൾ വളരെ മികച്ച രീതിയിൽ നമ്മൾ ലക്ഷ്മി പൂജ പൂർത്തീകരണം ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ 2 രീതിയും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതിൽ എന്ത് രീതിയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഇനി ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ലക്ഷ്മി പൂജ പൂർത്തീകരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഇത്രയും ദിവസം ചെയ്തതുപോലെ തന്നെ ചെയ്തോളൂ. സ്പെഷ്യലായിട്ട് ദേവിക്ക് എന്തെങ്കിലും ഒരു നിവേദ്യവും കൂടി ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. എങ്ങനെ ചെയ്താലും നമുക്ക് ഫലം കിട്ടും. പക്ഷേ നമ്മൾ എത്രമാത്രം കാര്യമായിട്ട് മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് അമ്മ നമുക്ക് തിരിച്ച് തരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ നമ്മുടെ കയ്യിൽ ഉള്ളതെന്താണോ അതുകൊണ്ട് നല്ല രീതിയിൽ പറ്റുന്നത് പോലെ പൂജ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും മഹാലക്ഷ്മി വ്രത പൂർത്തീകരണം തീർച്ചയായും ചെയ്യണം. എല്ലാവരെയും മഹാലക്ഷ്മി ദേവി തീർച്ചയായും ധനധാന്യ സമൃദ്ധി തന്ന് തന്നെ അനുഗ്രഹിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.